ഹായ് ഓൾ, നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത് റഷ്നറി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റേഷനറി എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കിലോ റേഷനറിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു അരി എടുക്കുന്ന സമയത്ത് ഇതിൽ വേസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കി എടുക്കണം കേട്ടോ. അതായത് ചെറിയ ചെറിയ കല്ല്, അതുപോലെ തന്നെ കറുത്ത അരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ഒഴിവാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ക്യാരറ്റ്, ബീൻസ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാപ്സിക്കം ഒരു 1.5 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ബീൻസ് ഒരു 10-12 ബീൻസാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് ഒരു വലിയ ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണോ നമുക്ക് പച്ചക്കറി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ചോറൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്താണ് കേട്ടോ ചോറ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതൊന്നും കഴുകി വെച്ചിട്ടുള്ള അരിയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു വെള്ളം ഒഴിവാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അരി ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരി ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായിട്ട് വേവുന്ന സമയത്ത് നന്നായിട്ടൊന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു മുറി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 90% വേവാവുന്ന സമയത്ത് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം കേട്ടോ. കൂടുതലായിട്ട് വെന്ത് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ചോറ് വെന്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. നമുക്കിനി ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 15 വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് ബീൻസ് ആണ് കേട്ടോ ഉള്ളത്. അത്രയൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം ക്യാരറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കൂടുതലായിട്ട് വേവിച്ചെടുക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റ് പോവും, ഇതിൻ്റെ കളറൊന്ന് മാറും. അപ്പോൾ നമുക്കൊന്ന് ഈ ഒരു കളർ മാറാതെ തന്നെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒന്ന് അങ്ങ് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം പച്ചക്കറികളൊക്കെ ഒന്ന് അങ്ങ് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പച്ചക്കറിക്ക് ഒന്ന് ഒരു സൈഡിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുട്ടയൊന്ന് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 മുട്ടയും ഞാൻ ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അത്രയും കൂടി ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം റൈസ് ഒന്നും വേറെ ഒന്നുമായിട്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, വേറിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെ കിട്ടൂട്ടോ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ ഇതിന് പറ്റിയ സൈഡ് ഡിഷാണ് കേട്ടോ. ചിക്കൻ മഞ്ചൂരിയൻ നല്ല ടേസ്റ്റാണ് ഇതിലോട് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്